ഇന്ന് നമുക്കും ഉണ്ടാക്കാം ഒരു ലഞ്ച് ബോക്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് തയ്യാറാക്കണത്. മുട്ട പൊരിച്ചത് വെച്ച് ബാക്കി കുറേ കറികൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ കൊണ്ടുപോകാനായിട്ട് കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചൂര വറുത്തതുണ്ടായിരുന്നു. ചോറിട്ടതിന് ശേഷം കുറച്ച് ചൂര വറുത്തത് വെച്ചു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മുട്ട പൊരിച്ചത് വെച്ചു. മുട്ട പൊരിച്ചത് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് അച്ചാർ വെച്ചു. പിന്നെ സാധനങ്ങളൊക്കെ സ്ഥലമുണ്ട്. പിന്നെ കുറച്ച് പാവയ്ക്ക ഉണ്ടായിരുന്നു, വറുത്തില്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത, അപ്പോൾ അതും കൂടി വെച്ചു. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സ് ചോറ്റും പാത്രം അടയ്ക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇതെല്ലാം ഒതുക്കി പരക്കി റെഡിയാക്കി പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാം കൂടി തിങ്ങിനെരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതടുത്ത സംഭവമാണ്. ഇങ്ങനത്തെ പാത്രം മേടിച്ച് നന്നായി, കുറച്ചധികം സാധനങ്ങൾ കൊണ്ടുപോകാമല്ലോ. ഇത് കപ്പയാണ്, ഇത് അമ്മ അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. അങ്ങനെ ഇതും കോരിപ്പറക്കി മറ്റേ ലഞ്ച് ബോക്സിലിട്ടു. നമ്മുടെ ചുറ്റും പാത്രത്തിലാക്കി. ലഞ്ച് ബോക്സ് എന്ന് പറയുമ്പോഴേ എന്തോ നാക്കുളുക്കും പോലെ. അങ്ങനെ എല്ലാം വാരിപ്പറക്കി ചുറ്റുപാത്രത്തിലാക്കി. ഇനി പോവാം. എന്നൊന്നും ഇങ്ങനെ ചുറ്റുപാത്രം കൊണ്ടുപോകില്ല. ചില ദിവസം വൈകിയും കാണിക്കും, നേരെ റെഡിയായി വിട്ടു പോവാണ് ചെയ്യാറ്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കും. ചിലപ്പോൾ കഞ്ഞി മേടിക്കും, അല്ലെങ്കിൽ ചോറ് മേടിക്കും. അന്നേരം കുഴവറുത്ത് മസ്റ്റാണ്. ഇവിടെ നിന്നാണ് ഈ ചമ്മന്തി ആയാലും അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് അവിടെ ചെന്നിട്ട് സാമ്പാർ പപ്പടം അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കും. അപ്പോൾ ഇന്നത്തെ ചോറ്റുപാത്രം എത്രേ ഉള്ളൂ.